ഇനി നമുക്കുള്ളത് പ്രോബ്ലം 5 ആണ്. അവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1/n ഫോർ എക്സ് ഈക്വൽ ടു 1/n n എലമെൻറ്റ് ഓഫ് n 0 elsewhere. അപ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ നോക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂസ് നോൺ സീറോ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? n ഈക്വൽ ടു 1 1 എടുക്കും, n ഈക്വൽ ടു 2 1/2 1/3 1/4 1/5 1/6 ഇങ്ങനത്തെ വാല്യൂസ് എല്ലാം എടുക്കും. ഡിനോമിനേറ്ററിൽ നാച്ചുറൽ നമ്പർ വരുന്ന പോലത്തെ എല്ലാ നമ്പേഴ്സും അതെടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഈ നമ്പറുകളെല്ലാം 1/2 1/3 ഇതെല്ലാം ലെസ് ദാൻ 1 ആയിട്ട് വരുന്ന നമ്പറുകളാണ്. അപ്പോൾ ഈ പോയിൻറ്റുകളെല്ലാം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 നമുക്ക് ഈ 1/2 x 1/2 വരുമ്പം അത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ആണ്. എക്സ് 1/3 വരുമ്പോൾ അത് ക്ലോസ്ഡ് ഇൻ്റർവൽ, ഈ 1/n വരുന്ന വാല്യൂസ് എല്ലാം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 പോയിൻറ്റുകളാണ്. അപ്പം എഫ് ഓഫ് എക്സ് 1/n വെൻ എക്സ് ഈക്വൽ ടു 1/n. അപ്പോൾ എഫ് ഓഫ് എക്സ് എടുക്കുന്ന നോൺ സീറോ വാല്യൂസ് എന്ന് പറയുന്നത് 1 1/2 1/3 1/4 1/5 1/6 എക്സെട്ര. ഇനി നമ്മൾ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ എപ്സിലോൺ എന്നും പറഞ്ഞ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുക. ഈ എപ്സിലോൺ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്ന പോയിൻറ്റുകളെയാണ്. എപ്സിലോൺ ഗ്രെറ്റർ ദാൻ 0 നമ്മൾ ഫിക്സ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്ന പോയിൻറ്റുകളെ നമ്മൾ ഈ എപ്സിലോൺ എടുക്കുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 0.1 എടുത്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രെറ്റർ ദാൻ 0.1 ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.1. അപ്പോൾ 0.1 എന്ന് പറയുന്നത് എന്താണ്? 1/10. അവിടെ അപ്പോൾ ഈ എപ്സിലോണിൻ്റെ അകത്ത് ഈ 0.1ൻ്റെ അകത്ത് വരുന്ന എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ 0.1 എന്ന് പറയുമ്പോൾ 1 വരും. ഇനി എക്സ് ഈക്വൽ ടു 1/2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. 1/3 വരും, 1/4 വരും, 1/5 1/6 1/7 1/8 1/9 1/10. ഇതിൻ്റെ അകത്ത് നമുക്ക് 10 പോയിൻറ്റുകളാണ് വരുന്നത്. അതായത് എപ്സിലോൺ നമ്മൾ 0.1 എടുത്താൽ എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.1 വരുന്ന പോയിൻറ്റുകളെയാണ് നമ്മൾ ഇ ഓഫ് 0.1 എന്ന് പറയുന്നത്. ഈ 0.1ൻ്റെ അകത്ത് 10 പോയിൻറ്റുകളെ വരുള്ളൂ. ഇനി നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു ഒരു 0.2 ആണ് എടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.2 വരുന്ന പോയിൻറ്റുകൾ എന്ന് പറയുന്നത് ഇ ഓഫ് 0.2. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.2 എന്ന് പറയുമ്പോൾ 1/5 ആണ് 0.2. അപ്പോൾ 1/2 1/3 1/4 1/5 വരും. ഇനി നമ്മൾ അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു ഒരു 0.01 ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. എപ്സിലോൺ 0.01 എടുത്താൽ ഇ ഓഫ് 0.01 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.01 വരുന്ന പോയിൻറ്റ് 0.01 എന്ന് പറയുന്നത് 1/100 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 1 തൊട്ട് 1/2 1/3 അങ്ങനെ അപ്സ് ടു 1/100 വരെയുള്ള പോയിൻറ്റുകൾ വരും. അപ്പോൾ നമ്മൾ ഇത്ര എക്സാമ്പിളായിട്ട് ചെയ്ത് കാണിച്ചതിൻ്റെ കാരണം നമ്മൾ എപ്സിലോൺ ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റുകളേ ഉള്ളൂ. നമുക്ക് എണ്ണാൻ പറ്റുന്നത്രോളം പോയിൻറ്റുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്സിലോൺ 0.1 എടുത്താൽ ഈ ഇ ഓഫ് 0.1-നകത്ത് 10 എലമെൻറ്റുകളേ ഉള്ളൂ. എപ്സിലോൺ 0.2 എടുത്താൽ അതിൻ്റെ അകത്ത് 5 എലമെൻറ്റുകളെ വരുന്നുള്ളൂ. എപ്സിലോൺ 0.01 എടുത്താൽ അതിൻ്റെ അകത്ത് 100, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റുകളേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോർ എവറി എപ്സിലോൺ ഗ്രെറ്റർ ദാൻ 0 വി ഡിഫൈൻ ഈ എപ്സിലോൺ ആസ് ദ പോയിൻറ്റ്സ്. ആ പോയിൻറ്റുകൾ ഫൈനൈറ്റ് ആയിരിക്കും ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്ന പോയിൻറ്റുകളെയാണ് നമ്മൾ ഈ എപ്സിലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് പോയിൻറ്റുകൾ നമ്മൾ എൻ എപ്സിലോൺ എന്ന് പറയും. എൻ എപ്സിലോൺ ബി ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഈ എപ്സിലോൺ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എക്സുകൾ ഉണ്ടെന്നുള്ളതാണ് എൻ എപ്സിലോൺ എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എൻ എപ്സിലോൺ പോയിൻറ്റുകൾക്ക് നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എൻ എപ്സിലോൺ പോയിൻറ്റുകളാണ് എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സിനൊരു വാല്യൂ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ വരുന്ന എൻ എപ്സിലോൺ പോയിൻറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ആ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ നമ്മൾ ആ 1/4 പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടായിരുന്നു, ഒരു 4 പോയിൻറ്റുകളിലാണ് എഫ് ഓഫ് എക്സിന് നോൺ സീറോ വാല്യൂ എങ്കിൽ മാക്സിമം 8 ടാഗിൻ്റെ അകത്തേ അത് വരത്തുള്ളൂ. 8 ടാഗായിട്ടേ ഇത് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എൻ എപ്സിലോൺ പോയിൻറ്റുകളിലാണ് എഫ് ഓഫ് എക്സ് ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം 2n എപ്സിലോൺ പോയിൻറ്റുകളിലെ എഫ് ഓഫ് എക്സ്
നമുക്ക് പറയാം മാക്സിമം 2n epsilon tax will be there. മാക്സിമം ആണ്, നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് പറയുന്നത്. മാക്സിമം 2n epsilon tax will be there with f of ti greater than or equal to epsilon. f of ti greater than or equal to epsilon സാറ്റിസ്ഫൈ ചെയ്യുന്ന മാക്സിമം 2n epsilon ടാഗുകളെ കാണുള്ളൂ. കാരണം മൊത്തം ഇപ്പം നമ്മൾ n epsilon എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ epsilon ഈക്വൽ ടു 0.1 എടുത്താൽ n ഓഫ് 0.1 എന്ന് പറയുന്നത് 10 എണ്ണം. 10 പോയിൻറ്റുകളുടെ അകത്ത് മാത്രമേ ഈ എഫ് ഓഫ് എക്സ് നോൺ സീറോ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.1 വരുന്ന 10 പോയിൻറ്റേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.1 വരുന്ന 10 പോയിൻറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഈ പോയിൻറ്റുകൾ ടാഗ് വരുന്ന 20 പാർട്ടീഷനുകൾ, നമുക്ക് ആ പാർട്ടീഷനകത്ത് മാക്സിമം 20 എണ്ണത്തിൻ്റെ അകത്തെ ഇത് ടാഗ് ആയിട്ട് വരുന്നുള്ളൂ. അതാണ് നമ്മൾ ഡെൽറ്റ. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ 2n എപ്സിലോൺ. അത് നമ്മൾ ആ ഫോർത്ത് പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ യൂസ് ചെയ്യുവാണ്. അപ്പം നമ്മൾ പറഞ്ഞ പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മളൊരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/n എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അത് റെയ്മാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ നോൺ സീറോ വാല്യൂസ് വരുന്ന പോയിൻറ്റുകൾ നമ്മൾ നോക്കുവാണ്. അപ്പോൾ നമ്മൾ നോൺ സീറോ എന്നെടുക്കാതെ നമ്മൾ ആ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. എപ്സിലോൺ വളരെ ചെറിയ നമ്പർ ആകുമ്പോൾ പോലും എപ്സിലോൺ നമ്മൾ 0.1 എടുത്താൽ പോലും ഈ എപ്സിലോണിൻ്റെ അകത്ത് 10 പോയിൻറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ n എപ്സിലോൺ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ ഈ എപ്സിലോൺ ആയിട്ട് എടുക്കുന്നത് ദ പോയിൻറ്റ്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്ന പോയിൻറ്റുകളെ നമ്മൾ ഈ എപ്സിലോൺ നമ്മൾ സെറ്റായിട്ട് എടുത്താൽ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് പോയിൻറ്റുകളാണ് നമ്മൾ n എപ്സിലോൺ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ 2n എപ്സിലോൺ എടുക്കുക. അപ്പം ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ എപ്സിലോൺ ബൈ 2n എപ്സിലോൺ എടുത്തു. n എപ്സിലോൺ ആണ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ഈ എപ്സിലോൺ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ദ പാർട്ടീഷൻ ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരുന്ന നമ്പർ ഓഫ് പോയിൻറ്റുകളെയാണ് നമ്മൾ n എപ്സിലോൺ എന്ന് വിളിച്ചേക്കുന്നത്. ഇനി പി ഡോട്ട് ബി എ ടാഗ്ഡ് പാർട്ടീഷൻ, ബി എ ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. ഡെൽറ്റ എപ്സിലോൺ നമ്മൾ എടുത്തേക്കുന്നത് എപ്സിലോൺ നമ്മൾ ഫിക്സ് ചെയ്തു. ആ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ ബൈ 2n എപ്സിലോൺ ആണ് നമ്മൾ ഡെൽറ്റ എപ്സിലോൺ എടുത്തത്. അപ്പോൾ നമ്മൾ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ഉള്ള പാർട്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് പി ഡോട്ടിൻ്റെ അകത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പി ഡോട്ടിൻ്റെ ടാഗുകൾ നമ്മൾ എടുക്കുമ്പോൾ സബ്സെറ്റ് ഓഫ് പി ഡോട്ടിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടാഗുകൾ ഈ എപ്സിലോണിൻ്റെ അകത്ത് വരുന്നതും ടാഗുകൾ ഈ എപ്സിലോണിൻ്റെ പുറത്ത് വരുന്നതും. ടാഗ്സ് outside of E epsilon and tags in E epsilon. ഈ എപ്സിലോണിൻ്റെ അകത്ത് ടാഗ് വരുന്ന പോയിൻറ്റുകളും ഈ എപ്സിലോണിൻ്റെ പുറത്ത് ടാഗ് വരുന്നത്, ഈ എപ്സിലോണിൻ്റെ പുറത്ത് ടാഗ് വരുന്നത് നമ്മൾ പി നോട്ട് എടുത്തു, ഇത് P1 ഡോട്ട് എന്നും എടുത്തു. അപ്പം പി ഡോട്ടിനെ നമ്മുടെ പാർട്ടീഷൻ പിയെ നമ്മൾ ആ പാർട്ടീഷൻ്റെ അകത്ത് കുറച്ച് പോയിൻറ്റ് ഇങ്ങനെ പല പല പാർട്ടീഷൻസ് ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില ടാഗുകളിലൊക്കെ ചിലപ്പോൾ ഈ രണ്ടെണ്ണം കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഈ എപ്സിലോണിൻ്റെ അകത്ത് വരുന്ന പോയിൻറ്റ്, ബാക്കിയുള്ളത് ഈ എപ്സിലോണിൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മൊത്തം പാർട്ടീഷൻ കിട്ടും. അപ്പം പി ഡോട്ടിനെ നമുക്ക് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. പി നോട്ട് ഡോട്ട് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് പി ഡോട്ട് വിത്ത് ടാഗ്സ് ഔട്ട്സൈഡ് ഓഫ് ഈ എപ്സിലോൺ എന്നും P1 ഡോട്ട് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് പി ഡോട്ട് വിത്ത് ടാഗ്സ് ഇൻ ഈ എപ്സിലോൺ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എസ് എഫ് പി ഡോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് എഫ് പി ഡോട്ട് പി നോട്ട് ഡോട്ട് പ്ലസ് എസ് എഫ് P1 ഡോട്ട് എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പം എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് എഫ് P1 ഡോട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ടാഗ്സ് ഔട്ട്സൈഡ് ഓഫ് ഈ എപ്സിലോൺ ആണെങ്കിൽ ടാഗ് ഔട്ട്സൈഡ് ആണെങ്കിൽ എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഈ പി നോട്ട് ഡോട്ടിൻ്റെ അകത്താണ് ടാഗ് വരുന്നതെങ്കിൽ എഫ് ഓഫ് ടി ഐയുടെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ആ എസ് എഫ് പി ഡോട്ട് അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, 0 എന്നങ്ങ് എടുത്താൽ മതി. എസ് എഫ് പി ഡോട്ട് നമ്മൾ എടുക്കുമ്പം സിഗ്മ എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi-1 നമ്മൾ ചെയ്യുമ്പം ഇത് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ ആണ്. അതുകൊണ്ട് അത് വളരെ ചെറിയൊരു നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് അതിനെ ലെസ് ദാൻ
എപ്സിലോൺ ആയതുകൊണ്ട് നമുക്കത് ഈക്വൽ ടു 0 നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു SF_P1 ഡോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി SF_P1 ഡോട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ P1 ഡോട്ടിൻ്റെ അകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം എത്ര ഈ എപ്സിലോണിൻ്റെ അകത്ത് മാക്സിമം N എപ്സിലോൺ പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ആ ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം 2N എപ്സിലോൺ ടാഗുകളെ കാണുള്ളൂ. അപ്പം നമ്പർ ഓഫ് ഇൻ്റർവൽസ് എന്ന് പറയുന്നത് 2N എപ്സിലോൺ. അതുപോലെ അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് <1 ആണ്. കാരണം f(x)ൻ്റെ വാല്യൂ 1/n ആണ്, വിച്ച് ഈസ് <1 ആണ്. 1/n <1. അപ്പോൾ സിഗ്മ നമുക്ക് ഇതെന്ന് പറയുന്നത് f(ti) ഇൻറ്റു xi മൈനസ് xi മൈനസ് 1 ആണ്. സമ്മേഷൻ ഓവർ ഓൾ ദി ഇൻ്റർവൽസ്. അങ്ങനെ എത്ര ഇൻ്റർവൽസ് ഉണ്ട്? മാക്സിമം 2N എപ്സിലോൺ ഇൻ്റർവൽസേ ഉള്ളൂ. സോ ദിസ് ഈസ് <2N എപ്സിലോൺ. നമ്പർ ഓഫ് സമ്മേഷൻ എടുക്കുന്നതിന് വരെ നമ്മൾ 2N ഇത്രയും ടൈംസ് ആണ് വരുന്നത്. f(ti) ഓരോന്നും <1 ആണ്. ഈ ലെങ്ത് ഡെൽറ്റ ഓഫ് എപ്സിലോൺ. സോ ദിസ് ഈസ് <2N എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ എപ്സിലോൺ വരെ നമുക്ക് എപ്സിലോൺ ബൈ 2N എപ്സിലോൺ എടുത്താൽ നമുക്ക് ദിസ് ഈസ് എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? SF_P1 ഡോട്ട് എപ്സിലോൺ എന്ന് കിട്ടി. ചെയ്ത പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. P1 ഡോട്ടിൻ്റെ ഇപ്പോഴത്തെ പാർട്ടീഷൻ്റെ അകത്ത് P1 ഡോട്ട് എന്നുള്ള പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടാഗുകൾ ഈ എപ്സിലോണിൻ്റെ അകത്താണ് വരുന്നത്. ഈ എപ്സിലോണിനകത്ത് ടാഗ് വരുമ്പോഴത്തേക്കും അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് f(ti) എന്ന് പറയുന്നത് അത് > എപ്സിലോൺ ആണ്. അപ്പോൾ അതിന് നമുക്ക് <1 നൽകും. കാരണം വാല്യൂസ് എപ്പോഴും <1 ആയിരിക്കും. <=1. അപ്പോൾ നമുക്കിത് <1, ഈ ലെങ്ത് <Δu. അങ്ങനത്തെ എത്ര ഇൻ്റർവൽസ് ഉണ്ട്? ടോട്ടൽ N എപ്സിലോൺ പോയിൻറ്റുകൾ എന്ന് പറയുമ്പോൾ 2N എപ്സിലോൺ ടാഗുകൾ വരാം. അപ്പം 2N എപ്സിലോൺ ഇൻറ്റു 1 ഇൻറ്റു ഡെൽറ്റ ഓഫ് എപ്സിലോൺ വിച്ച് ഈസ് എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് SF_P ഡോട്ട് ഈസ് എപ്സിലോൺ എന്ന് കിട്ടും. SF_P ഡോട്ട് എപ്സിലോൺ ആണ്. ഇനി അപ്പോൾ നമുക്ക് 0 SF_P ഡോട്ട് ഈസ് എപ്സിലോൺ എന്ന് പറയാം. കാരണം P1 ഡോട്ട് അതിൻ്റെ വാല്യൂ തന്നെയാണ് SF_P ഡോട്ടിന് വരുന്നത്. അപ്പോൾ സോ 0 SF_P ഡോട്ട് ഈസ് എപ്സിലോൺ എന്ന് പറയാം. Therefore we can say that integral SF_P dot നമുക്ക് SF_P dot മൈനസ് 0യുടെ മോഡുലസ് വാല്യൂ വിൽ ബി >എപ്സിലോൺ ആണ്. Therefore SF_P f ഈസ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻ്റഗ്രൽ 0 to 1 f dx ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഡിഫറൻസ് >എപ്സിലോൺ ആയതുകൊണ്ട് നമുക്ക് പറയാം f ഈസ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആൻഡ് ഇസ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. അടുത്തത് തിയറം 2 ആണ്. തിയറം 2 കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു തിയറമാണ്, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ് എങ്കിൽ കെ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ KF റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഇൻ്റഗ്രൽ A to B KF എന്ന് പറയുന്നത് K ഇൻറ്റു ഇൻ്റഗ്രൽ A to B F ആയിരിക്കും. അതുപോലെ തന്നെ F+Gയും റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. ഇൻ്റഗ്രൽ A to B F+G എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ A to B F പ്ലസ് ഇൻ്റഗ്രൽ A to B G ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ f ലെസ് ദാൻ ഓർ ഈക്വൽ ടു f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു g(x) ആണെങ്കിൽ ഇൻ്റഗ്രൽ A to B F ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B G. എല്ലാ എക്സുകൾക്കും f(x) ആണ് g(x)നേക്കാളും ചെറുതെങ്കിൽ f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു g(x) ആണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കേസിലും ഇൻ്റഗ്രൽ A to B F ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B G എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫ് എന്ന് പറയുന്ന റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ സമ്മ് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. പിന്നെ f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു g(x) ആണെങ്കിൽ ഇൻ്റഗ്രൽ A to B F ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B G ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പം നമ്മൾ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ നമ്മൾ P.B ടാഗ്ഡ് പാർട്ടീഷൻ നമുക്ക് xi-1 xi വിത്ത് ടാഗ് ti for I is equal to 1 to n എന്ന് പറയാമല്ലോ. P.B ടാഗ്ഡ് പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി നമ്മൾ എടുക്കുക. ഇനി നമുക്ക് എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യത്തെ പാർട്ട് എടുക്കുവാണ്. എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ദെൻ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta of epsilon greater than 0 such that if norm of P is less than delta of epsilon then SF_P dot
മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി, അതിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുന്നത്. മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണമല്ലോ. നോം ലെസ് ദാൻ, നമ്മളൊരു പർട്ടിക്കുലർ എപ്സിലോൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുമ്പോഴെല്ലാം എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇവിടെ നമുക്ക് നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ പോലെ നമ്മൾ എപ്സിലോൺ ബൈ കെ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ കെ എഫ് വരുമ്പോഴത്തേക്കും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളവിടെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ എപ്സിലോൺ ഇടാൻ മറന്നു പോയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കെ വരുമ്പോൾ ആവശ്യം വരുമ്പോൾ നമ്മളവിടെ കൊണ്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്നത് സാധാരണ ഡെഫിനിഷനകത്ത് നമ്മൾ എസ് എഫ് പി ഡോട്ട് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എടുക്കുന്നത്. നമ്മളിവിടെ എല്ലിന് പകരം ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ തന്നെയാണ് കൊടുത്തത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ പകരം നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ ബൈ കെ. അതിന് നമുക്ക് ഇക്വേഷൻ 1 എടുക്കാം. ഇനി നമ്മൾ എസ് കെ എഫ്, നമ്മൾ കെ എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ നോക്കുക. കെ എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? കെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ കെ എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് കെ ഇൻറ്റു എഫ് ഓഫ് ടി ഐ എന്നല്ലേ പറയുന്നത്. ദെർഫോർ എസ് കെ എഫ് പി ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n കെ എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi minus 1 എന്നുള്ള ഡെഫിനിഷൻ അനുസരിച്ച് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 കെ എഫ് ഓഫ് ടി ഐ എന്ന് പറഞ്ഞ് കെ ഇൻറ്റു എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi minus 1. കെ കോൺസ്റ്റൻ്റ് നമുക്ക് സമ്മേഷനെ പകരുക. ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi minus 1. ഇതെന്താ? എസ് എഫ് പി ഡോട്ട് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ട് നമുക്ക് കിട്ടും. എസ് എഫ് പി ഡോട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് കെ എഫ് പി ഡോട്ട് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിന് ഇക്വേഷൻ 2 എടുക്കാം. അപ്പോൾ നമ്മളിനി 1ഉം 2ഉം യൂസ് ചെയ്തിട്ട് നമ്മൾ എസ് കെ എഫിൻ്റെ വാല്യൂ പറയാൻ പോവാം. നൗ കൺസിഡർ ചെയ്യുവാണ് എസ് കെ എഫ് പി ഡോട്ട് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് നമ്മൾ കൺസിഡർ ചെയ്താൽ ദിസ് ഈസ് ഈക്വൽ ടു എസ് കെ എഫ് പി ഡോട്ട് നമ്മളിപ്പോൾ പഠിച്ചനുസരിച്ച് അതെന്താണ്? കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ടാണ് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് നമുക്ക് എടുക്കാമല്ലോ. ഇനി കെ നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കെ ഇൻറ്റു നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയാമല്ലോ. നമ്മൾ മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് മോഡ് എ ഇൻറ്റു മോഡ് ബി. ആദ്യം നമ്മൾ കെ ഇൻറ്റു ഇതിന് നമുക്ക് കെ കോമൺ ആയിട്ട് എഴുതാൽ കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് വരും. അപ്പോൾ അത് മോഡ് കെ ഇൻറ്റു ഇതെന്ന് വരും. ദിസ് ഈസ് ലെസ് ദാൻ മോഡ് കെ ഇൻറ്റു ഇനി നമുക്ക് എസ് എഫ് പി ഡോട്ട് മൈനസ് നമ്മൾ ഇക്വേഷൻ 1 യൂസ് ചെയ്യാം. ഇക്വേഷൻ 1 അനുസരിച്ച് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇവിടെ മോഡുലസ് ഇടണേ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ മോഡ് കെ ആണ്. എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ മോഡ് കെ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എപ്സിലോൺ ബൈ മോഡ് കെ, അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഇട്ടത്. ഈക്വൽ ടു ആയിരുന്നു ഇവിടം വരെ. ഇവിടെ നമ്മൾ ഇതിനേക്കാളും വലിയ എപ്സിലോൺ ബൈ മോഡ് കെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് മോഡ് കെയും ക്യാൻസൽ ചെയ്യും, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് എസ് കെ എഫ് പി ഡോട്ട് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ whenever norm of p is less than delta epsilon. norm of p dot less than delta epsilon. നമ്മൾ ഒരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ എപ്സിലോൺ ഉണ്ട്. such that whenever norm of p is less than delta of epsilon modulus of s kf p dot minus k into integral a to b f is less than epsilon എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? if kf is Riemann integrable over closed interval a b ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി കെ എഫ്, കാരണം ഈ വാല്യൂ എന്താണോ അതാണ് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി കെ എഫ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിട്ട് നമുക്ക് എഴുതാം? ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ്. അപ്പോൾ കെ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താണ്? നമ്മൾ ആദ്യം ഒരു ടാഗ്ഡ് പാർട്ടീഷൻ എടുത്തു, എന്നിട്ട് ഡെഫിനിഷൻ അനുസരിച്ച് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നുള്ള കേസ് എടുത്തു. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രെറ്റർ ദാൻ 0 നമുക്ക് ഒരു ഡെൽറ്റ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് വെനെവർ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് കണ്ടീഷൻ പറയുന്നത്. നമ്മളിവിടെ എപ്സിലോൺ വരെ എപ്സിലോൺ ബൈ മോഡ് കെ എടുത്തു. അതിപ്പോൾ ഇവിടെ ഇടാൻ മറന്നു പോയാൽ ഇവിടെ ആവശ്യം വരുമ്പോൾ നമ്മൾ എടുത്ത് തിരിച്ചിട്ടാൽ മതി.
അപ്പം നമ്മൾ കെ എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് കെ ഇൻറ്റു എഫ് ഓഫ് ടി ഐ. അതുകൊണ്ട് കെ എഫ് പി ഡോട്ട് എന്ന് പറഞ്ഞാൽ കെ എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ കെ ഒരു റിയൽ നമ്പറാണ്, അതുകൊണ്ടാണ് മോഡ് ഇട്ടത്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയില്ല. അപ്പം ബൈ ഡെഫിനിഷൻ അതെന്താണ്, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n കെ എഫ് ടി ഐ ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഇൻ്റർവലാണ്. അപ്പം കെ എഫ് ഓഫ് ടി ഐ എന്ന് പറയുന്നത് കെ ഇൻറ്റു എഫ് ഓഫ് ടി ഐ ആണ്. അപ്പോൾ കെ പുറത്തെടുത്താൽ സമ്മേഷനെ പുറത്തെടുത്താൽ ഇങ്ങനെ കിട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്, എസ് എഫ് പി ഡോട്ടാണ്. അപ്പം കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ട് നമുക്ക് കിട്ടി. അപ്പം എസ് കെ എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ട് എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ മോഡുലസ് വാല്യൂ കൺസിഡർ ചെയ്യാം. എസ് കെ എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ടാണ് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് വരും. ഇനി കെ അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ എഴുതിയാൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്നിട്ട് മോഡുലസ് എഴുതും. ഇനി മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് പറയുന്നത് മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് മോഡ് എ ഇൻറ്റു മോഡ് ബി. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് കെ ഇൻറ്റു മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയും. ഇനി ഇക്വേഷൻ 1 അനുസരിച്ച് ഇതിൻ്റെ വാല്യൂ എന്താണ്, ലെസ് ദാൻ എപ്സിലോൺ ബൈ മോഡ് കെ. അപ്പോൾ ഇത് നമ്മൾ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ മോഡ് കെ ഇൻറ്റു എപ്സിലോൺ ബൈ മോഡ് കെ എന്ന് വരും. മോഡ് കെയും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എപ്സിലോൺ ഉണ്ട്. സച്ച് ദാറ്റ് വെൻ എവർ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ മോഡുലസ് ഓഫ് എസ് കെ എഫ് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കെ എഫ് എന്നുള്ള ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. ആൻഡ് ഇറ്റ്സ് ഇൻ്റഗ്രൽ വാല്യൂ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് പ്ലസ് ജി റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta epsilon such that P dot is a tagged partition with norm less than delta epsilon, then SF P dot minus ഇൻ്റഗ്രൽ എ ടു ബി എഫ് അത് ലെസ് ദാൻ എപ്സിലോൺ ആണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. ഇവിടെ എഫും ജിയും ഉള്ളതുകൊണ്ട് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും മോഡുലസ് ഓഫ് എസ് ജി പി ഡോട്ട് ഇതേ സെയിം പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും പറയാൻ പറ്റുമല്ലോ. എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് വെനെവർ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. ഇനി ഇതേ സെയിം എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഡെൽറ്റ എപ്സിലോൺ ആയിരിക്കും. ഇത് ആദ്യത്തേന് നമുക്ക് ഡെൽറ്റ എപ്സിലോൺ ഡാഷ് എന്നും രണ്ടാമത്തേന് ഡെൽറ്റ എപ്സിലോൺ ഡബിൾ ഡാഷ് എന്നും എടുത്തിട്ട് നമ്മൾ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഡെൽറ്റ എപ്സിലോൺ എന്ന് പറയുന്നത് അതിൻ്റെ മിനിമം ആയിട്ട് എടുത്താൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് നമ്മളിവിടെ ഒറ്റയടിക്കങ്ങ് എടുക്കുവാണ്. നമുക്ക് അതേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെന്ന് പറയാൻ പറ്റും. എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആയത്. ഇനി ബൈ ഡെഫിനിഷൻ എഫ് പ്ലസ് ജി ഓഫ് ടി ഐ എന്ന് പറയുന്നത് എന്താണ്, എഫ് പ്ലസ് ജി ഓഫ് ടി ഐ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ഐ ആണ്. അപ്പം എഫ് പ്ലസ് ജി പി ഡോട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഡെഫിനിഷൻ വെച്ച് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് പ്ലസ് ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് വരികയല്ലേ. എഫ് പ്ലസ് ജി ഓഫ് ടി ഐ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഐ ഇൻറ്റു ജി ഓഫ് ടി ഐ ആണ്. എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ഐ ആണ്. ഇനി നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 പ്ലസ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, പ്ലസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് പറയാൻ പറ്റും. ഇനി ഇതെന്താണ്, എഫ് ഓഫ് ടി ഐ ഇൻറ്റു ഇത് എസ് എഫ് പി ഡോട്ടാണ്, ഇത് എസ് ജി പി ഡോട്ടാണ്. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക, ഇത് ഇക്വേഷൻ 1 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് ജി പി ഡോട്ട് എന്ന് കിട്ടി. എഫ് പ്ലസ് ജി പി ഡോട്ട് എന്ന് പറയുന്നത്. ഇനി എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇനി നമ്മൾ എഫ് പ്ലസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ഈ വാല്യൂ നമ്മൾ
മൈനസ് ചെയ്യുക. ഇതിന് നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ 2 അനുസരിച്ച് എസ് എഫ് പ്ലസ് ജി പി ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് ജി പി ഡോട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് പകരം ഇത് വെച്ച് റീപ്ലേസ് ചെയ്തു. മൈനസ്, ഇനി അകത്തോട്ട് മൈനസ് കയറ്റിയാൽ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് പിന്നെ മൈനസ് കോമൺ ആണ്, മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് കിട്ടും. ഇനി നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് എടുക്കാമല്ലോ. ഇനി നമ്മൾ ഇതിന് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് മോഡുലസ് ഓഫ് എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് കിട്ടും. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇക്വേഷൻ 1 നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, മറ്റേതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പം ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയാം. നമുക്ക് എന്ത് കിട്ടി? For epsilon greater than 0, there exists delta epsilon greater than 0 such that with norm less than delta epsilon, we have sf plus g p dot minus integral a to b f plus integral a to b g. A value less than epsilon ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? f plus g is Riemann integral over closed interval a b. ഇതിൻ്റെ ഈ വാല്യൂ ഒരു ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് നമുക്ക് പറയാം എഫ് പ്ലസ് ജി ഈസ് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് എഫ് പ്ലസ് ജി റീമാൻ ഇൻ്റഗ്രലാണ്. പിന്നെ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താണ്? നമുക്ക് ഇവിടെ എല്ലിന് പകരം കിട്ടിയേക്കുന്നത് എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ജി ഈസ് ഈക്വൽ ടു, ഈ കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്, ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് പറയാം. Therefore, we can say that എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ എഫ് പ്ലസ് ജി റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ജി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ എടുത്തു. എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ നമുക്ക് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു ഡെൽറ്റ ഉണ്ട്. സച്ച് ദാറ്റ് നോം ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എഫ് ലെസ് ദാൻ എപ്സിലോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് എപ്സിലോൺ ബൈ 2 എടുത്തു. അതുപോലെ തന്നെ ജി റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമുക്ക് എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. ഇനി എഫ് പ്ലസ് ജി ഓഫ് ടി ഐ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ഐ. അത് വെച്ചിട്ട് നമ്മൾ എഫ് പ്ലസ് ജി പി ഡോട്ട് കൺസിഡർ ചെയ്താൽ അത് എഫ് പ്ലസ് ജി ടി ഐ ഇൻറ്റു ദിസിൻ്റെ സമ്മേഷനാണ്. അതിന് നമുക്ക് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ഐ എന്ന് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് രണ്ട് സമ്മേഷനായിട്ട് എഴുതുമ്പോൾ ഇത് എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് ജി പി ഡോട്ടാണ്. നമുക്ക് എസ് എഫ് പ്ലസ് ജി പി ഡോട്ട് എന്ന് പറയുന്നത് എസ് എഫ് പി ഡോട്ട് പ്ലസ് എസ് ജി പി ഡോട്ട് എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഇൻ്റഗ്രൽ വാല്യൂസ് ഈ മോഡുലസ് വാല്യൂ കൺസിഡർ ചെയ്താൽ ഇതിന് പകരം നമുക്ക് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ ഇത് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഇത് ഇങ്ങോട്ടും എടുത്താൽ ഇതിങ്ങനെ കിട്ടി. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്തു. ഓരോന്നും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എപ്സിലോൺ ഉണ്ട്. സച്ച് ദാറ്റ് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ വരുമ്പോഴെല്ലാം എസ് എഫ് പ്ലസ് ജി പി ഡോട്ട് മൈനസ് ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. സോ എഫ് പ്ലസ് ജി റീമാൻ ഇൻ്റഗ്രബിൾ ആണ് ആൻഡ് ദിസ് ഇൻ്റഗ്രൽ വാല്യൂ ഈസ് ഈക്വൽ ടു ദിസ് എന്ന് പറയാൻ പറ്റും. ഇനി തേർഡ് പാർട്ടിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഓരോ എപ്സിലോൺ കറസ്പോണ്ടിങ് ചെയ്യാൻ നോം ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം എസ് എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് നമുക്ക് എസ് എഫ് പി ഡോട്ടും എസ് ജി പി ഡോട്ടും ഡിഫൈൻഡ് ആണ്. നമ്മൾ എസ് എഫ് പി ഡോട്ട് കൺസിഡർ ചെയ്താൽ അതെന്താണ്? സിഗ്മ എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 ആണല്ലോ. ഇനി എഫ് ഓഫ് ടി ഐയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ടി ഐ ആയതുകൊണ്ട് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജി ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് പറയാം. ഇനി ഇതെന്താണ്? അത് എസ് ജി പി ഡോട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട് എന്ന് കിട്ടി. ഇനി എഫും ജിയും ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുത്തു. എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പം എസ് എഫ് പി ഡോട്ട്
മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമ്മളതിനെ മോഡുലസ് മാറ്റി എഴുതുവാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എപ്സിലോൺ എന്ന് പറയാൻ, അതായത് മോഡുലസ് മാറ്റുമ്പം മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് വരുന്നത്. എന്നിട്ട് ഈ ഇൻ്റഗ്രൽ എ ടു ബി എഫ് രണ്ട് സൈഡിലും ആഡ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ എടുക്കുക. ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട്, അതിനെ ഇക്വേഷൻ 2 എന്ന് എടുത്തു. ഇനി ഇതേ സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് എഫിന് പകരം ജി യൂസ് ചെയ്യാമല്ലോ. ജി റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എസ് ജി പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ജി എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുമ്പം ഇൻ്റഗ്രൽ എ ടു ബി ജി മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് ജി പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലോൺ എന്ന് പറയാമല്ലോ. അതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ എസ് ജി പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലോൺ, അതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കാം. ഇനി നമ്മൾ 2 സ്റ്റാർട്ട് ചെയ്യുക. 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട്. ഇനി നമ്മൾ 2 പോർഷൻ എഴുതി. ഇനി നമ്മൾ 1 എഴുതുവാണെങ്കിൽ എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ നോർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട്. എസ് ജി പി ഡോട്ട് 3 വെച്ചിട്ട് ഇനി 3 നമ്മൾ യൂസ് ചെയ്യുവാണ്. അത് ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലോൺ എന്ന് നമുക്ക് വരാമല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ, എപ്സിലോൺ അല്ല എപ്സിലോൺ ബൈ 2 ആണ്. എല്ലായിടത്തും എപ്സിലോൺ ബൈ 2, അത് ഏകദേശം ഒരുപോലെ. എപ്സിലോണിന് പകരം എപ്സിലോൺ ബൈ 2 കിട്ടുന്നതും കൊണ്ട് എപ്സിലോൺ ബൈ 2ന് പകരം എപ്സിലോൺ കിട്ടുന്നതും കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ആദ്യം തന്നെ അതങ്ങ് വൃത്തിക്ക് കിട്ടാൻ വേണ്ടി എപ്സിലോൺ ബൈ 2 എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ബൈ 2 ഈസ് ലെസ് ദാൻ ദിസ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ്. അപ്പോൾ നമ്മളിത് കമ്പൈൻ ചെയ്യുമ്പം ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ബൈ 2, ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ, സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് പറയാമല്ലോ. ഈ എപ്സിലോൺ ബൈ 2 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടി. അപ്പം എപ്സിലോൺ എന്ന് പറയുന്നത് ആർബിട്രറി നമ്പറാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി. അപ്പോൾ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ആയിരിക്കും എന്ന് കിട്ടി. അപ്പം നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താണ്? എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എസ് എഫ് പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ജി പി ഡോട്ട് എന്ന് കിട്ടി. എന്നിട്ട് എസ് എഫ് പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. കാരണം എഫ് റീമാൻ ഇൻ്റഗ്രൽ, അപ്പം മൈനസ് എപ്സിലോൺ ബൈ 2നും പ്ലസ് എപ്സിലോൺ ബൈ 2നും ഇടയ്ക്കാണ് ഈ വാല്യൂ കിടക്കുന്നത്. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് വെച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എപ്സിലോൺ ബൈ 2 ഈസ് ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു പോർഷൻ എടുത്തു ഇക്വേഷൻ 2 എഴുതി. ഇനി അതേ സിമിലർ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട് ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ ഇത് കിട്ടി. എന്നിട്ട് ആദ്യം ഈ ഇക്വേഷൻ, പിന്നെ ഈ ഇക്വേഷൻ, പിന്നെ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ഇനി ഇടയ്ക്കത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എടുക്കുമ്പോൾ ഇത് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് വെനെവർ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി, എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഫോർ ഓൾ എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജി ആയിരിക്കും.